അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ലിങ്, ജോയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏഴാങ്കല്ല് എങ്ങണ്ടിയൂര് വാടാനപ്പള്ളി ബൈപ്പാസിന്റെ സെന്റർ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ എങ്ങണ്ടിയൂര് ഭാഗത്തേക്ക് പോയാൽ പിന്നെ നമുക്ക് അടുത്ത് ചേറ്റുവ പാലം അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ കാണിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇവിടുന്ന് ഇനി ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെ നമ്മളെ ചേറ്റുവ എങ്ങണ്ടിയൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ച ഇതാണ്. ഇവിടെ നിറയെ ഇതുപോലെ കായലിൽ നിന്ന് കൊണ്ടുവന്ന മണൽ മണ്ണാണ് നിറച്ചിട്ടുള്ളത്. ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് താഴാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തതായിരിക്കാം തോന്നുന്നത്. സമയം കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നത്. അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. സാധാ മണ്ണ് പോലെയല്ല, ഇത് കുറച്ച് ടൈം എടുക്കും തോന്നുന്നു ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ. അപ്പോൾ മണ്ണ് പുതുതായിട്ട് കൊണ്ടുവന്ന് ഇറക്കുന്നൊന്നും കാണുന്നില്ല. ഇനി നേരത്തെ കണ്ട അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ കുറേ ഭാഗത്തേക്കുണ്ട് മണ്ണ് നിറക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭാഗത്തൊക്കെ റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഇനി ഇതിൻ്റെ ക്രഷ് ബാരിയറുകൾ വരാനുണ്ട്. ഇതാ ഹൈവേയിലേക്ക് കയറി വരാൻ ഉള്ള ഭാഗത്തേക്ക് ഉള്ള സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏഴാങ്കല്ല് ഭാഗത്തുനിന്ന് കയറി വരാനുള്ള ഒരു ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു ഭാഗമാണ് ഇത്. ഈ ഭാഗത്തൊന്നും ഇങ്ങനെ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിര് ആയിട്ടുള്ള വാളുകളൊന്നും കൊടുത്തിട്ടില്ല. വർക്കേഴ്സിൻ്റെ വണ്ടികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. മണൽ കൊണ്ടുവന്ന ലോറികളാണ്. ഇതാണ് എവിടെയാണ് തട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ല, ശരിക്കും ഒരു പുഴയിൽ നിന്ന് കൊണ്ടുവന്ന മണലെടുത്ത ലോറി പോലെ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ മണലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞിട്ട് കാര്യമില്ല, ഈ ഭാഗത്ത് വേറെ മണ്ണൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ വണ്ടികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങണ്ടിയൂർ ഭാഗത്തേക്കാണ് പോകാണ്ട്. അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്കെന്ന്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബൈപ്പാസാണ് വാടാനപ്പള്ളി ബൈപ്പാസ്. അപ്പോൾ ബൈപ്പാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, വളരെ വ്യൂ കുറവാണ്. ഈ ഭാഗത്തേക്കൊക്കെ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ കാഴ്ചക്കാരില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുന്ന് ചെയ്യാൻ വളരെ നഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ 2 വീഡിയോകൾ ഇട്ടിട്ടും അതിലൊക്കെ വളരെ വ്യൂ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഹൈവേകൾ വികസിപ്പിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേരളത്തിലും ഹൈവേകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഹൈവേകൾ, മെട്രോകൾ, അതുപോലെ ബുള്ളറ്റ് ട്രെയിന്, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിന്, അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിന്, ഇതൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ വളരെ വ്യൂ കുറവും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റാത്തത്. അപ്പോൾ കുറേ ആളുകൾ പുതുതായിട്ടൊക്കെ വരുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയാണെങ്കിൽ ദൂര സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നേരത്തെ ആ ലോറിയൊക്കെ കണ്ട ആ ഭാഗം വരെയാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഇതാ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ്, ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തും ഒരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട്. പഴയ ഹൈവേ ആണ് ആ കാണുന്നത്. ഇതാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഇവിടം വരെയാണ് വർക്ക് കഴിഞ്ഞ ഭാഗം സർവീസ് റോഡ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗത്തേക്ക് നമ്മുടെ പുതുതായിട്ടുള്ള വാടാനപ്പള്ളി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണിത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാങ്കല്ല് ഭാഗത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ആ ഭാഗത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഇതേപോലെ കട്ട വെച്ചുള്ള വർക്കുകൾ, സ്ലാബുകളുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, തുടക്കം ഇട്ടിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ലിംഗ് ആണ് നടക്കാനുള്ളത്. മണ്ണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മണൽ മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടുന്നുണ്ട്. ആയിട്ടില്ല. ഇനി ഇവിടെയൊക്കെ
വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല അങ്ങോട്ടുള്ള ഭാഗത്തേക്ക്. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു. വാടാനപ്പള്ളി ബൈപ്പാസിൽ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞ് ആ ഭാഗത്തൂടെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാണ് വാടാനപ്പള്ളി ടൗൺ ഭാഗത്തു നിന്ന് വരുന്ന റോഡ്. പഴയ റോഡ് തന്നെയാണ്, അതും സർവീസ് റോഡും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് കറക്റ്റായിട്ടുണ്ട്. ഭാഗത്തൊക്കെ പൊടിയും മണ്ണുമാണ് നിറയെ. വണ്ടി കൊണ്ട് പോവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്നും സ്ലാബിൻ്റെ വർക്കേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാണാം നമുക്ക്. ഇങ്ങോട്ട് ഇനി സ്ലാബിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്, മണ്ണ് ഫില്ലിംഗ് ഉണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇനി മണ്ണ് ഫില്ലിങ് കണ്ടു നമ്മൾ. ഈ ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ കാണാൻ ഇനിങ്ങനെ വിട്ടുപോയത് ഭാഗം. അപ്പോൾ ബാക്കിയുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെയാണ് നോക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ വരുമ്പോഴും ഇങ്ങനെ ക്രാഷ് ബാരിയറുകളൊന്നും വെച്ചിട്ടില്ല. റോഡ് ഒരുപോലെ അങ്ങനെ ടാർ ചെയ്ത് പോയതാണ്. ഈ സർവീസ് റോഡും ഈ മെയിൻ ഹൈവേയും കൂടെ ഒരുമിച്ച് അങ്ങ് ടാർ ചെയ്താണ് കാണുന്നത്. ഇനി ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങൾ അതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അവിടെ കുറേ ഭാഗത്ത് വണ്ടി പഠിക്കുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്, പൊക്കുളങ്ങര പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്താണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ണ് നിറച്ച് കൊണ്ടുപോകാനുള്ള ആ ഭാഗത്തേക്കൊക്കെ. ആ ഭാഗത്തേക്ക് തിരുമംഗലം ഭാഗം അങ്ങോട്ടുള്ള റോഡാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഇനി മണ്ണ് ഫില്ലിങ് ഇവിടെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കൊക്കെ മണ്ണ് ഫില്ലിങ് ഉണ്ട്, സ്ലാബ് കൊടുക്കാനുണ്ട്, സെൻറ്ററിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. എവിടെ നോക്കിയാലും കക്കത്തോടും ഇങ്ങനെ മണ്ണുമാണ് കാണുന്നത്. കൂടുതലും മണൽ മണ്ണ് എന്നല്ല, മണൽ തന്നെയാണ്. അത്ര കടലിൽ നിന്ന് കായലിൽ നിന്ന് എടുത്ത മണ്ണാണ്. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റൂല. ഇത് ഇങ്ങനെ ഞാൻ കഴിഞ്ഞൊരു ചേറ്റുവൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ബോട്ടിൽ പോയിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പമ്പിങ് ചെയ്തിട്ടാണ് ഇത് കരയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചിരുന്നു. കഴിഞ്ഞൊരു ചേറ്റുവ ഭാഗത്തുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടാൽ മനസ്സിലാകും. തിരുമംഗലം എങ്ങണ്ടിയൂരാണിത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം. ആ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. പെട്ടെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വണ്ടികൾക്ക് പോവാൻ പോലും വീതിയില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. ചന്തപ്പടി ഭാഗത്താണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത്. അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഇനി അണ്ടർപാസിൻ്റെ ഉള്ളിൽ ടാറിങ് കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്യാനുണ്ട്, വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ഭാഗത്ത് മണ്ണ് ഫില്ലിങ്ങിന് തുടക്കം കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഫൗണ്ടേഷൻ്റെ വർക്കും പോലും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇനി ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമാണ് മണ്ണ് ഫില്ലിങ് നടക്കുള്ളൂ. ആ സൈഡിൽ ഒരു ഭാഗത്തേക്ക് മണലൊക്കെ നിറച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും ഇനി ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. എന്നാലേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ജോയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അണ്ടർപാസിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് ചെയ്യാനുള്ളൂ. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് കാണാം. ഇനി സ്ലാബിൻ്റെ വർക്കാണ് ഇവിടെ വരാനുള്ളത്. അപ്പം അവിടെയൊക്കെ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടന്നിട്ടുണ്ട്. ഇനി ലെവൽ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഉണ്ട്.
ഇതാണ് ചന്തപ്പടി ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ്. വലിയ അണ്ടർപാസ് അല്ല, ചെറിയൊരു അണ്ടർപാസ് ആണ്. അങ്ങണ്ടിയൂർ ചന്തപ്പടി അതാണ് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തൂടെ. അപ്പോൾ നമ്മൾ ഏഴാങ്കല്ല് ഭാഗത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. വാടാനപ്പള്ളി സെൻറ്റർ ഭാഗത്തു നിന്ന് അഞ്ചാങ്കല്ല് ഭാഗം വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിയുന്നത്രയും ഭാഗത്തും ഞാൻ കറക്റ്റായിട്ട് ആ ഭാഗങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരണം. അപ്പോൾ ഏകദേശം ചേറ്റുവ അഞ്ചാങ്കല്ല് ഭാഗത്തേക്കൊക്കെ എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തും കുറേശ്ശൊക്കെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് റോഡ് ഉയർത്താൻ വേണ്ടിയിട്ട് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്ത് മണ്ണിൻ്റെ ലഭ്യതയാണ് ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വളരെ പ്രയാസം. അപ്പോൾ മണ്ണിന് പകരം ഇവിടെയൊക്കെ ചേറ്റുവ കായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണലാണ് ഉപയോഗിക്കുന്നത്. നോക്കാം നമുക്കിവിടെ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ചേറ്റുവ അഞ്ചാങ്കല്ല് ഭാഗത്താണ് ഈ കാണുന്ന അണ്ടർപാസ്. അടുത്തടുത്തേനെ അണ്ടർപാസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ലിങ്, ജോയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇതിന്റെ താഴ്ഭാഗത്ത് എന്തൊക്കെയോ വർക്കുകളൊക്കെ ആ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ആ ഭാഗത്താണ് വർക്ക് നടക്കുന്നതിന്റെ മുകളിൽ സ്ലാബ് വർക്കാണ്. ആ കമ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ അവിടെ ഒരു ജോയിന്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ലാബ് വാർക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഭാഗം. ഇവിടെ വലിയൊരു അണ്ടർപാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലെ ആയിട്ടുണ്ട്. ഇവിടെയും മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇനിയും നടക്കാനുണ്ട്. ഇവിടെ നിന്നാണ് ഇതിന് ആവശ്യമായിട്ടുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് കറണ്ടിന് ആവശ്യമായിട്ടുള്ള ഒരു ജനറേറ്റർ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇങ്ങനെയാണ് ഇവിടെ ഇനി വാളിന്റെ വർക്ക് തുടക്കമിട്ടിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ് നടക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാടാനപ്പള്ളി ബൈപ്പാസിൽ ഏഴാങ്കല്ല് ഭാഗത്തു നിന്ന് തുടങ്ങി എങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് ചേറ്റുവ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടം വരെ ഉള്ള പുതിയ ഒരു കാഴ്ച ഇതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.